ഭരിക്കുകയും ഭരിക്കപ്പെടുകയും ചെയ്യുന്ന ദമ്പതികൾ ഇസ്ലാമിൽ ഇല്ല എന്നും ഇണയും തുണയുമാണെന്ന പരസ്പര വിശ്വാസമാണ് വേണ്ടതെന്നും പ്രഭാഷകനായ ഷാഫി സഖാഫി പറഞ്ഞു. ദുബായ് ഹോളി ഖുർആൻ അവാർഡിനോടനുബന്ധിച്ച് മാതൃകാ കുടുംബം പ്രതീകാത്മക സമൂഹം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ദാമ്പത്യം ഒരു കലയാണ്. അതിലെ വിജയപരാജയങ്ങളുടെ മുഖ്യ പങ്ക് പുരുഷനാണ്. എന്നാൽ പുരുഷനൊപ്പം സ്ത്രീയും നന്നായാൽ മാത്രമേ ജീവിതം ശോഭനമാകൂ എന്ന് ഷാഫി സഖാഫി ചൂണ്ടിക്കാട്ടി. ബന്ധങ്ങൾ ദൃഢമാകാൻ അത്യാവശ്യമായ നിയമവിലക്കുകളാണ് ഇസ്ലാം പഠിപ്പിച്ചതെന്നും സഖാഫി വ്യക്തമാക്കി. എന്തെങ്കിലും പോരായ്മ കാണുമ്പോഴേ എടുത്തുചാടുകയോ പൊട്ടിത്തെറിക്കുകയോ അരുത്. ആത്മസംയമനത്തിലൂടെ മാത്രമേ കുടുംബ പ്രശ്നങ്ങൾ തീരുകയുള്ളൂ. അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും വെറുക്കപ്പെട്ടത് വിവാഹമോചനമാണ്. ദാമ്പത്യത്തിന്റെ അസ്ഥിവാരം കലർപ്പില്ലാത്ത സ്നേഹമാണ്. രണ്ടു മനസ്സുകൾ ഒന്നാകുന്ന മാസ്മരിക പ്രക്രിയയാണ് ദാമ്പത്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കിസൈസ് ജമിയത്തുൽ ഇസ്ലാഹ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. മാർക്കസ് പ്രസിഡന്റ് AK അബൂബക്കർ മുസ്ലിയാർ കട്ടിപ്പാറ അധ്യക്ഷത വഹിച്ചു. അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, SYS സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് ഷംസുദ്ദീൻ ബ അലവി, ജനറൽ സെക്രട്ടറി അബ്ദുൽ അസീസ് സഖാഫി മമ്പാട്, പ്രൊഫസർ UC അബ്ദുൽ മജീദ് എന്നിവർ പ്രസംഗിച്ചു.